ഹലോ, ഗുഡ് മോർണിംഗ്. മൈക്കൊക്കെ സെറ്റ് ചെയ്യുക. ഇപ്പോഴാണ് ഇതിനെന്തിനാ അറിയും ഷാളൊക്കെ ഇങ്ങനെ ഇട്ടേക്കണത്. ഇതൊക്കെ ഈ വലിയ കാര്യം കാണാതിരിക്കാൻ വേണ്ടിയാണ്. അടുക്കളയിൽ നിന്ന് നേരെ അരങ്ങത്തേക്കെന്ന് പറയണ പോലെയാട്ടോ ഇപ്പോൾ ഞാൻ വന്നേക്കണത്. എനിക്ക് ബോളിയുടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ബോളി ഞങ്ങൾ കടകളിലൊക്കെ സെയിൽ ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ കുറച്ച് നേരം ഉണ്ടാക്കി വെച്ച് ഇപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടി കിച്ചണിൽ വീട്ടിലേക്ക് വന്നതാണ്. എന്ന് പറഞ്ഞാൽ കിച്ചൺ വേറെ, ബോളി ഉണ്ടാക്കുന്ന ഇത് വേറെയാണ്. അപ്പോൾ അത് എന്നോട് ഒന്നിനോട് ചോദിച്ചു ബോളി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാമോ എന്ന്. ബോളി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചാൽ അത് മെനക്കെട്ട പണിയാണ്. കുറച്ച് സമയമെടുക്കും. എനിക്ക് അതിനിടയ്ക്ക് ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു ദിവസം എന്തായാലും ഇടാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ധൃതി പിടിച്ച് ഓരോന്നും ചെയ്യണം. നമ്മൾ പണം എന്താ പറയുക, പൈസ വേണ്ടേ? പണം വേണമെങ്കിൽ പണിയെടുക്കണം. പണിയെടുത്താലാണ് പൈസ കിട്ടുള്ളൂ. പൈസ ഉണ്ടെങ്കിലാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് ഓരോന്നായിട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ തിരക്കിലാട്ടോ മക്കളെ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ട്യൂഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് ചേട്ടൻ്റെ കൂടെ ഞാനും നിന്ന് ഒപ്പത്തിനൊപ്പം സഹായിക്കുകയാണ്. വെറുതെ ആളെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നല്ല പൈസയാണ്. ഈ ആളെ വെക്കാമെന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ള ആളെ കിട്ടണം. കുറച്ച് ദിവസം പണിയെടുക്കും. പണി കഴിഞ്ഞിട്ട് പിന്നെ അവർ വീട്ടിൽ പോയി സ്വന്തമായിട്ട് അങ്ങോട്ട് തുടങ്ങും. അതാണ് ഇപ്പോൾ എല്ലാ രീതിയിലും നടക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മതിയെന്നേ. നമ്മൾ അങ്ങനെ ചത്ത് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് കഴിഞ്ഞു പോകാനുള്ളത് കിട്ടുക, അതേ ഉള്ളൂ. ഉള്ളത് സന്തോഷത്തോടെ കഴിയുക അല്ലേ. കഞ്ഞിയാണെങ്കിലും സന്തോഷത്തോടെ കുടിക്കുക എന്ന് പറയില്ലേ, മനസ്സമാധാനത്തോടെ കുടിക്കുക. അത്രയേ ഞാൻ അങ്ങനെ ചിന്തിക്കണുള്ളൂ കേട്ടോ. പിന്നെ കണ്ടില്ലേ പേപ്പറിൽ ഒരു ഭാര്യയും ഭർത്താവിനെ ഒരു ബംഗാളി കൊന്നത്. എന്താ അല്ലേ, ഇങ്ങനെയൊക്കെയാണ്. ഒരാൾ വിശ്വസിച്ച് നിർത്താനും പറ്റില്ല. പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറുതെ ഒന്ന് ഓടി വന്ന് എടുത്തതാണ് കേട്ടോ. കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും കാരണം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് മുടങ്ങിയാലും കഷ്ടമാണ്. മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടി വരും. അത് ഒരു ടൈമിൽ ഇങ്ങനെ എന്നും എടുത്ത് ശീലമുള്ള കാരണം ആ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പറഞ്ഞു വരും. അതാണ് ഈ ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാലേ എന്താ പറയുക, ഭയങ്കര നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ വീഡിയോ ആയിട്ട് എടുക്കുമ്പോൾ എങ്ങനെ പോയാലും 1.5 മണിക്കൂറെങ്കിലും വേണം. അതിൻ്റെ പൊസിഷൻ ശരിയാക്കി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എല്ലാം വീഡിയോയിൽ കാണിക്കണം. അങ്ങനെ കുറേ ഇതുണ്ട്. അത് കുറച്ച് നമ്മൾ പെട്ടെന്ന് പണി തീരില്ല. ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ബോളി ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് സഹായിക്കാൻ വീഡിയോ എടുക്കാനൊക്കെ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരാൾ വീഡിയോ എടുക്കാൻ പോയാൽ നമ്മുടെ ബാക്കി പണികളൊക്കെ പെൻഡിങ്ങിലായിപ്പോവും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ വീഡിയോ എടുക്കാത്തത്. പിന്നെ മോള് വന്ന സമയത്ത് എടുക്കാമെന്ന് വെച്ചാൽ ആ സമയത്ത് വേറെ ഓരോരോ തിരക്കിലായിപ്പോയി. അത് കാരണം എനിക്കത് പറ്റിയില്ലായിരുന്നു. അല്ലെങ്കിൽ രാത്രി ഒക്കെ ആയിരുന്നു ചിലപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. വിഷുവിൻ്റെ സമയത്തൊക്കെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കാരണം വിഷു സമയത്ത് പായസത്തിൻ്റെ കൂടെ ബോളി ഭയങ്കര ഒരു ഫേമസ് അല്ലേ. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ അല്ലായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ എന്താ പറയുക, പിന്നെ വേറെ ഒരു ഇത് നമ്മളുടെ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തലയിൽ എഴുതിയിട്ടുണ്ടാവും, നീ ഇന്നത് ചെയ്യ്, നീ ഇങ്ങനെ ചെയ്യ്, നീ അത് ചെയ്യ്, ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതാണോ നമുക്ക് പറഞ്ഞേക്കണത്, നമുക്ക് പെർഫെക്റ്റായിട്ട് ഏതാണോ കിട്ടണത് ആ ജോലി ചെയ്യുക. അതിൽ നമുക്ക് അയ്യോ അഭിമാനക്കുറവ് വിചാരിക്കുകയോ അല്ലെങ്കിൽ അയ്യോ നാണക്കേട് വിചാരിക്കുകയോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് തൊഴിലറിയാമോ ആ തൊഴിൽ ചെയ്യുക. ഞാൻ അതേ പറയുള്ളൂ. അല്ലാതെ ഇന്നതേ ചെയ്യൂ, ഞാൻ ഇത് മാത്രമേ ചെയ്യൂ, എനിക്ക് വേറൊരു ജോലി ചെയ്യാൻ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും ജീവിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ അഭിമാനത്തോടെ 4 പേരുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ നമ്മൾ പണിയെടുത്ത് തന്നെ ജീവിക്കണം. ആ പണിയെടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമുക്ക് ചിലപ്പോൾ നമ്മുടെ റൂട്ട് വേറെ ആയിരിക്കാം. അപ്പോൾ ഏതിൽ ക്ലിക്കാവണോ അത് പിടിക്കുക. ഞാൻ അതാ പറയുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്നത് തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് ക്ലിക്കാവില്ല. നമ്മൾ ഇഷ്ടമുള്ളത്, മനസ്സിന് ഇഷ്ടമുള്ളത് തന്നെ നമ്മൾ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്ന് ബിസിനസ്സാണെങ്കിലും മെച്ചപ്പെട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. അതേസമയം ചില സമയത്ത് നമ്മളുടെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവട്ടെ ചിലതൊക്കെ ഉണ്ടാക്കും. പക്ഷേ അത് ക്ലിക്കായി വീഡിയോ പോലെ തന്നെ ചില വീഡിയോ പെട്ടെന്ന് വൈറലാവും. നമ്മൾ വിചാരിക്കാത്ത വീഡിയോ ആയിരിക്കും വൈറലാവണത്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരാളെ സഹായിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ക്ലിക്കാവും. അതിലങ്ങ് പിടിക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് ഏത് രീതിയിൽ പൈസ വരുമോ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാം.
ഞാൻ അതേ പറയുള്ളൂ. കാരണം നമ്മളുടെ ഈ ലൈഫുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ പണം വേണം. പണം എന്ന് കരുതി അമിത പണം എന്ന് ഉദ്ദേശിക്കണമല്ല. അത്യാവശ്യം നമുക്ക് 4 പേരുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ പണം വേണം. പണമില്ലാത്തവനൊന്നും ഒരു വിലയില്ലാടൂ. എത്ര നമ്മൾ എന്തൊക്കെ ചെയ്തോ പണമില്ലാത്തവനെ എന്നും മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഒത്തിരി അനുഭവിച്ച് മുമ്പോട്ട് വന്നവളാണ്. എല്ലാ തരത്തിലും പല തരത്തിലും ഞാൻ ഇങ്ങനെ മാറി നിന്ന് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഓരോന്നൊക്കെ പറയണത്. അപ്പോൾ എന്ന് നമ്മൾ മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന രീതിയിൽ, നമ്മൾ അടിച്ച് അമർത്തുന്ന രീതിയിലുള്ള ഓരോരുത്തരുടെ പെരുമാറ്റം അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ മുന്നേറുക. അടിച്ചമർത്താൻ വരുന്നവരെയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. അത്രയേ ഉള്ളൂ. അവരുടെ മുമ്പിൽ നിന്ന് കൊടുക്കരുത്. അയ്യോ പാവമാണേ, ഞാൻ പാവമാണേ, എനിക്കൊന്നും വയ്യേ, എനിക്കറിയില്ല എന്ന് മറ്റുള്ള നിൽക്കാതെ ഇരുന്നാൽ മതിയാവും. നമ്മൾ നല്ല തൻ്റെ ഇടത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരുത്തനും നമ്മളെ അടിച്ചമർത്താനോ ഒന്നിനും വരില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിത അനുഭവങ്ങളാണ് പഠിപ്പിക്കുന്നത്. ചിലർ കണ്ടിട്ടില്ല, എന്തൊരു പാവമായിരിക്കും എന്നറിയാമോ, അയ്യോ ഇതുപോലുള്ളൊരു പാവം വേറെ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരെയൊക്കെ ചൂഷണം ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്നത്തെ ഈ ലോകം അങ്ങനെയാണ്. എല്ലാവരും പാവം വിചാരിച്ചിരിക്കുന്നവൻ, അവൻ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് ചോദിച്ചാൽ കൊടുക്കുന്നവനാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, അവൻ്റെ കയ്യിലുള്ളത് മൊത്തം ഊറ്റിയെടുക്കും എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ജനങ്ങൾ. അതൊക്കെ തിരിച്ചറിഞ്ഞ് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമുക്കൊന്നും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. കാര്യം എനിക്കിതൊക്കെ ഒരുപാട്, ഞാൻ എന്താ വലിയ ഇത് പറയണേന്ന് തോന്നരുത്, പക്ഷേ എൻ്റെ അനുഭവങ്ങളാട്ടോ പറയണത്. കാരണം ഞാൻ ഒത്തിരി പേരെ വിശ്വസിച്ചിരുന്നു, കണ്ണടച്ച് വിശ്വസിച്ചു. പക്ഷെ അവരൊക്കെ എന്നെ വഞ്ചിക്കുക ചെയ്ത്, ചതിക്കുക ചെയ്ത്. വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ചതിക്കുക ചെയ്ത്. നമുക്കൊരു പരാജയം വരുമ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കണുണ്ട് എന്ന് നോക്കുക. ബന്ധുക്കളുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ടോ, അത് നോട്ട് ചെയ്ത് വെക്കുക, മറക്കരുത്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ പരാജയത്തിൽ നമ്മളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന ബന്ധുക്കളാണെങ്കിൽ പിന്നെ അവരുടെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോകരുതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും അയ്യോ പാവം തലയ്ക്ക് മൂത്തവരാണല്ലോ, വയസ്സിന് മൂത്തതാണല്ലോ എന്ന് കരുതിയൊക്കെ നമ്മൾ ക്ഷമിച്ച് പോകും. പക്ഷെ അവർ തലയിൽ കയറുകയാണെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഞാൻ പറയുന്നത് തല കുനിച്ച് നിൽക്കരുതെന്നേ ഉള്ളൂ. കാരണം ഇന്നത്തെ ലോകത്ത് നമ്മൾ കുറച്ച് തൻ്റെ ഇടത്തോടെ നിന്നില്ലെങ്കിലേ ഭയങ്കര പാടാണ് ജീവിക്കാൻ. കാരണം അതുപോലുള്ള ജനങ്ങളാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ ജനങ്ങൾ വരണമെന്നറിയില്ല. ഭക്ഷണത്തിൻ്റെ ആണോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഓരോ ജീവിത രീതിയിലുള്ള വന്ന മാറ്റങ്ങളാണോ, എന്തുകൊണ്ടോ ജനങ്ങൾക്കിപ്പോൾ അങ്ങനെയാണ്. ഒരുത്തൻ നന്നാവണത് വേറൊരുത്തൻ കാണാൻ പാടില്ല എന്നുള്ള മട്ടാണ്. ആരെയും പണിയെടുത്ത് ജീവിക്കാൻ, സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. ഏതെങ്കിലും 10 രൂപ ഉണ്ടാക്കാൻ വരുമ്പോഴത്തേക്കും കടം ചോദിച്ചുകൊണ്ട് വരും. കൊടുത്തില്ലെങ്കിലോ മുഖം വീർപ്പിക്കും. പിന്നെ അവനെ കണ്ടുകൂടാ. പിന്നെ അവനെ എവിടെ വെച്ച് കാണുമോ അവിടെയൊക്കെ കുറ്റം പറയും. ആരുടെയൊക്കെ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ അവനെ എവിടെയൊക്കെ കാണുമോ അവനെ അവിടെയൊക്കെ വെച്ച് കുറ്റം പറയും. മറ്റുള്ളവർ കുറ്റം പറഞ്ഞു നടക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേരുദോഷം വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്ന ജനങ്ങളാണ്. അത് കൂടുതലും നമ്മൾ ഈ മൂന്നാമനെ വിശ്വസിക്കരുതെന്ന് ഞാൻ എന്നും പറയും. നമ്മുടെ അയൽപക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്തൊരുത്തൻ നമ്മുടെ വീട്ടിൽ കയറി വന്ന് അധികം സംസാരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ കുടുംബകാര്യങ്ങളിൽ ഇടപഴകി വരുന്നത് അതൊക്കെ നിർത്തലാക്കണം. അങ്ങനെയുള്ള നിർത്തലാക്കിയാലാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മുടെ കുടുംബത്തിലെ ഐക്യം വേണമെങ്കിൽ നമ്മൾ ഭാര്യ ഭർത്താവ് കുട്ടികൾ തന്നെ ഒന്നിച്ച് നിന്ന് ചെയ്താലേ കിട്ടുകയുള്ളൂ. ആ ഐക്യം ഉണ്ടെങ്കിലാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ഈ മൂന്നാമെന്ന് പറഞ്ഞ ഒരുത്തം വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മുടെ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അങ്ങനെ പല രൂപത്തിലും വരും. പക്ഷേ നമ്മുടെ വീക്ക്നെസ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ നല്ല തൻ്റേതായിട്ട് നിന്ന് നോക്കി ഒരു മനുഷ്യനും നമ്മുടെ അടുത്തേക്ക് വരില്ല എന്നുള്ളതാണ്. ഇതെന്താ പറയണതെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. ഓരോരോ അനുഭവങ്ങളാട്ടോ പറയണത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. നമ്മളെല്ലാവരെയും വിശ്വസിച്ച് നമ്മളെല്ലാവരെയും വെട്ടി തുറന്നു പറയും. എന്ത് കണ്ടാലും പറയും അയ്യോ പക്ഷെ അവർ ചിരിച്ച് കാണിക്കണത് നമ്മളോട് ആ നല്ല രീതിയിലായിരിക്കില്ല. നമ്മളെന്ത് കിട്ടിയാലും പറയും, എന്ത് വാങ്ങിച്ചാലും പറയും. ഇതൊക്കെയാണ് നമ്മൾ. പക്ഷെ അതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ ഇതുപോലുള്ള ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. ഒന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഫ്ലോ ആയിട്ട് അങ്ങോട്ട് പോയി പറഞ്ഞ് അങ്ങ് അറ്റത്തേക്ക് പോയി. അതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പറഞ്ഞല്ലോ ബോളി ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ വേണ്ടി വന്നതാണ്. കറി ഇന്നലെ ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. കറി ഇരിപ്പുണ്ട്. അത് കാരണം കറിയുടെ പ്രശ്നമില്ല. ഇനിയിപ്പോൾ കുറച്ച് ചോറുണ്ട്, എത്ര വേണം എന്തോരം വേണം. എനിക്ക് ചേട്ടനല്ലേ ഒരു പിടി ചോറുണ്ടെങ്കിൽ ധാരാളമായി. രാവിലെ ഞാൻ അവൽ ഉപ്പുമാവാണ് ഉണ്ടാക്കി. അവൽ നനച്ചിട്ട് കടുക് വറുത്ത് സവാളയൊക്കെ ഇട്ട് വഴറ്റി
തേങ്ങയൊക്കെ ഇട്ടിട്ട് അവലുപ്പുമാവ് ഉണ്ടാക്കി അച്ചാർ കൂട്ടി കഴിച്ചു. പിന്നെ ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്, അത് ഞാൻ രാവിലെ എടുത്തില്ല. അതിപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ണാനും കുറച്ച് തൈരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഊണ് വിശാലായി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഓടി എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ നാളെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും